ഈശോ മിശിഹായിലേറെ സ്നേഹമുള്ളവരെ, വചനദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് കേൾക്കുന്ന വലിയൊരു നിലവിളിയുണ്ട്. എൻ്റെ മകൻ കൈവിട്ടുപോയി, മകൻ്റെ ദുശീലങ്ങൾ മാറുന്നില്ല, ഭർത്താവിൻ്റെ മദ്യപാനം കാരണം വീട് നരകമായി മാറി. ഈ വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ പ്രതീക്ഷയുടെ വാതിലുണ്ട്. 30 വർഷത്തോളം തൻ്റെ മകൻ്റെ മാറ്റത്തിനായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു അമ്മയുണ്ട്, വിശുദ്ധ മോണിക്ക. ആ അമ്മയുടെ കണ്ണുനീരിന് ദൈവം നൽകിയ മറുപടിയാണ് പിൽക്കാലത്ത് സഭയിലെ വലിയ വിശുദ്ധനായി മാറിയ വിശുദ്ധ അഗസ്ത്യൻ. വഴിതെറ്റിയ മക്കൾ തിരിച്ചു വരാനും ഭർത്താക്കന്മാരുടെ ദുശീലങ്ങൾ മാറാനും വിശുദ്ധ മോണിക്കയുടെ അതിശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയും ദൈവവചനങ്ങളും ചേർത്തുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് ഇന്ന് നാം വചനദീപത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ആബാ പിതാവേ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ മകനെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മകളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ മകനെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മകളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ മകനെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മകളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. സങ്കീർത്തനം 119:9 തിരുവചനം ഇങ്ങനെ പറയുന്നു: യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. എസെക്കിയേൽ 36:26 തിരുവചനം ഇങ്ങനെ പറയുന്നു: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തു നിന്ന് ശീലഹൃദയം എടുത്തു മാറ്റി മാംസാള ഹൃദയം നൽകും. ലൂക്ക 15:11 മുതൽ 32 വരെയുള്ള തിരുവചനം ഇങ്ങനെ പറയുന്നു: അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ചു, സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആവശ്യിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ,
സ്വർഗത്തിനെതിരെയും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞോടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരെയും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ചകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോടും കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം തൂത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. വിശുദ്ധ മോണിക്കയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ മോണിക്കയെ, അങ്ങയുടെ മകനായ അഗസ്റ്റ്യൻ്റെ മാറ്റത്തിനായി വർഷങ്ങളോളം അങ്ങ് സഹിച്ച വേദനയും ഒഴുക്കിയ കണ്ണുനീരും ദൈവം കണ്ടുവല്ലോ. ഇവിടെ നിങ്ങളുടെ മക്കളുടെ പേര് പറയുക, ഭർത്താവിൻ്റെ പേര് പറയുക. ആരുടെയാണോ ദുശീലങ്ങൾ മാറാനുള്ളത് അവരുടെ പേര് പറയുക. ഈ കാര്യത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അതേ മാനസിക വിഷമത്തിലൂടെയാണല്ലോ അങ്ങും കടന്നുപോയത്. അമ്മേ, എൻ്റെ മകൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കണമേ. അവൻ്റെ ഹൃദയത്തിലെ കടുപ്പം നീക്കി ദൈവസ്നേഹം നിറയ്ക്കണമേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കണമേ. വിശുദ്ധ അഗസ്ത്യനെ ഒരു വലിയ വിശുദ്ധനാക്കി മാറ്റിയ ദൈവകൃപ എൻ്റെ മകനിലും വർഷിക്കാൻ അങ്ങ് ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. മകൻ്റെ മാറ്റം കണ്ട് സന്തോഷിക്കാനും ദൈവത്തിന് നന്ദി പറയാനും എനിക്ക് ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ കൊള്ളാവുന്ന തൃപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മോണിക്കയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ മോണിക്കയെ, അങ്ങയുടെ മകനായ അഗസ്റ്റ്യൻ്റെ മാറ്റത്തിനായി
വർഷങ്ങളോളം അങ്ങ് സഹിച്ച വേദനയും ഒഴുക്കിയ കണ്ണുനീരും ദൈവം കണ്ടുവല്ലോ. ഇവിടെ നിങ്ങളുടെ മക്കളുടെ പേര് പറയുക, ഭർത്താവിൻ്റെ പേര് പറയുക, ആരുടെയാണോ ദുശീലങ്ങൾ മാറാനുള്ളത് അവരുടെ പേര് പറയുക. ഈ കാര്യത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അതേ മാനസിക വിഷമത്തിലൂടെയാണല്ലോ അങ്ങും കടന്നുപോയത്. അമ്മേ, എൻ്റെ മകൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കണമേ. അവൻ്റെ ഹൃദയത്തിലെ കടുപ്പം നീക്കി ദൈവസ്നേഹം നിറയ്ക്കണമേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കണമേ. വിശുദ്ധ അഗസ്ത്യനെ ഒരു വലിയ വിശുദ്ധനാക്കി മാറ്റിയ ദൈവകൃപ എൻ്റെ മകനിലും വർഷിക്കാൻ അങ്ങ് ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. മകൻ്റെ മാറ്റം കണ്ട് സന്തോഷിക്കാനും ദൈവത്തിന് നന്ദി പറയാനും എനിക്ക് ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മോണിക്കയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ മോണിക്കെ, അങ്ങയുടെ മകനായ അഗസ്റ്റ്യൻ്റെ മാറ്റത്തിനായി വർഷങ്ങളോളം അങ്ങ് സഹിച്ച വേദനയും ഒഴുക്കിയ കണ്ണുനീരും ദൈവം കണ്ടുവല്ലോ. ഇവിടെ നിങ്ങളുടെ മക്കളുടെ പേര് പറയുക, ഭർത്താവിൻ്റെ പേര് പറയുക, ആരുടെയാണോ ദുശീലങ്ങൾ മാറാനുള്ളത് അവരുടെ പേര് പറയുക. ഈ കാര്യത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അതേ മാനസിക വിഷമത്തിലൂടെയാണല്ലോ അങ്ങും കടന്നുപോയത്. അമ്മേ, എൻ്റെ മകൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കണമേ. അവൻ്റെ ഹൃദയത്തിലെ കടുപ്പം നീക്കി ദൈവസ്നേഹം നിറയ്ക്കണമേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കണമേ. വിശുദ്ധ അഗസ്ത്യനെ ഒരു വലിയ വിശുദ്ധനാക്കി മാറ്റിയ ദൈവകൃപ എൻ്റെ മകനിലും വർഷിക്കാൻ അങ്ങ് ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. മകൻ്റെ മാറ്റം കണ്ട് സന്തോഷിക്കാനും ദൈവത്തിന് നന്ദി പറയാനും എനിക്ക് ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മോണിക്കയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ മോണിക്കെ, അങ്ങയുടെ മകനായ അഗസ്റ്റ്യൻ്റെ മാറ്റത്തിനായി വർഷങ്ങളോളം അങ്ങ് സഹിച്ച വേദനയും ഒഴുക്കിയ കണ്ണുനീരും ദൈവം കണ്ടുവല്ലോ. ഇവിടെ നിങ്ങളുടെ മക്കളുടെ പേര് പറയുക, ഭർത്താവിൻ്റെ പേര് പറയുക, ആരുടെയാണോ ദുശീലങ്ങൾ മാറാനുള്ളത് അവരുടെ പേര് പറയുക. ഈ കാര്യത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അതേ മാനസിക വിഷമത്തിലൂടെയാണല്ലോ അങ്ങും കടന്നുപോയത്. അമ്മേ, എൻ്റെ മകൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കണമേ. അവൻ്റെ ഹൃദയത്തിലെ കടുപ്പം നീക്കി ദൈവസ്നേഹം നിറയ്ക്കണമേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കണമേ. വിശുദ്ധ അഗസ്ത്യനെ ഒരു വലിയ വിശുദ്ധനാക്കി മാറ്റിയ ദൈവകൃപ എൻ്റെ മകനിലും വർഷിക്കാൻ
അങ്ങ് ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. മകൻ്റെ മാറ്റം കണ്ട് സന്തോഷിക്കാനും ദൈവത്തിന് നന്ദി പറയാനും എനിക്ക് ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മോണിക്കയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ മോണിക്കെ, അങ്ങയുടെ മകനായ അഗസ്റ്റ്യൻ്റെ മാറ്റത്തിനായി വർഷങ്ങളോളം അങ്ങ് സഹിച്ച വേദനയും ഒഴുകിയ കണ്ണുനീരും ദൈവം കണ്ടുവല്ലോ. ഇവിടെ നിങ്ങളുടെ മക്കളുടെ പേര് പറയുക, ഭർത്താവിൻ്റെ പേര് പറയുക. ആരുടെയാണോ ദുശീലങ്ങൾ മാറാനുള്ളത് അവരുടെ പേര് പറയുക. ഈ കാര്യത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അതേ മാനസിക വിഷമത്തിലൂടെയാണല്ലോ അങ്ങും കടന്നുപോയത്. അമ്മ, എൻ്റെ മകൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കണമേ. അവൻ്റെ ഹൃദയത്തിലെ കടുപ്പം നീക്കി ദൈവസ്നേഹം നിറയ്ക്കണമേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കണമേ. വിശുദ്ധ അഗസ്ത്യനെ ഒരു വലിയ വിശുദ്ധനാക്കി മാറ്റിയ ദൈവകൃപ എൻ്റെ മകനിലും വർഷിക്കാൻ അങ്ങ് ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. മകൻ്റെ മാറ്റം കണ്ട് സന്തോഷിക്കാനും ദൈവത്തിന് നന്ദി പറയാനും എനിക്ക് ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മോണിക്കയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ മോണിക്കെ, അങ്ങയുടെ മകനായ അഗസ്റ്റ്യൻ്റെ മാറ്റത്തിനായി വർഷങ്ങളോളം അങ്ങ് സഹിച്ച വേദനയും ഒഴുകിയ കണ്ണുനീരും ദൈവം കണ്ടുവല്ലോ. ഇവിടെ നിങ്ങളുടെ മക്കളുടെ പേര് പറയുക, ഭർത്താവിൻ്റെ പേര് പറയുക. ആരുടെയാണോ ദുശീലങ്ങൾ മാറാനുള്ളത് അവരുടെ പേര് പറയുക. ഈ കാര്യത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അതേ മാനസിക വിഷമത്തിലൂടെയാണല്ലോ അങ്ങും കടന്നുപോയത്. അമ്മ, എൻ്റെ മകൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കണമേ. അവൻ്റെ ഹൃദയത്തിലെ കടുപ്പം നീക്കി ദൈവസ്നേഹം നിറയ്ക്കണമേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കണമേ. വിശുദ്ധ അഗസ്ത്യനെ ഒരു വലിയ വിശുദ്ധനാക്കി മാറ്റിയ ദൈവകൃപ എൻ്റെ മകനിലും വർഷിക്കാൻ അങ്ങ് ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. മകൻ്റെ മാറ്റം കണ്ട് സന്തോഷിക്കാനും ദൈവത്തിന് നന്ദി പറയാനും എനിക്ക് ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മോണിക്കയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ മോണിക്കെ, അങ്ങയുടെ മകനായ അഗസ്റ്റ്യൻ്റെ മാറ്റത്തിനായി വർഷങ്ങളോളം അങ്ങ് സഹിച്ച വേദനയും ഒഴുകിയ കണ്ണുനീരും ദൈവം കണ്ടുവല്ലോ. ഇവിടെ നിങ്ങളുടെ മക്കളുടെ പേര് പറയുക, ഭർത്താവിൻ്റെ പേര് പറയുക, ആരുടെയാണോ ദുശീലങ്ങൾ മാറാനുള്ളത് അവരുടെ പേര് പറയുക. ഈ കാര്യത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന അതേ മാനസിക വിഷമത്തിലൂടെയാണല്ലോ അങ്ങും കടന്നുപോയത്. അമ്മേ, എൻ്റെ മകൻ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കണമേ. അവൻ്റെ ഹൃദയത്തിലെ കടുപ്പം നീക്കി ദൈവസ്നേഹം നിറയ്ക്കണമേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കണമേ. വിശുദ്ധ അഗസ്ത്യനെ ഒരു വലിയ വിശുദ്ധനാക്കി മാറ്റിയ ദൈവകൃപ എൻ്റെ മകനിലും വർഷിക്കാൻ അങ്ങ് ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. മകൻ്റെ മാറ്റം കണ്ട് സന്തോഷിക്കാനും ദൈവത്തിന് നന്ദി പറയാനും എനിക്ക് ഇടയാക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഫിലിപ്പിയർ 4:13 തിരുവചനം ഇങ്ങനെ പറയുന്നു: എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിയോഗം സാധിക്കുന്നത് വരെ ഈ പ്രാർത്ഥന തുടരുക. എങ്കിലും തുടക്കം 30 ദിവസം പൂർണ്ണ വിശ്വാസത്തോടെ, ആഴ്ചയിൽ ഒരിക്കൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് യാചിക്കാം. നമുക്ക് നമ്മളുടെ മക്കളുടെയും ഭർത്താക്കന്മാരുടെയും എല്ലാവരുടെയും മാറ്റത്തിനായി ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര ദിവസം എന്നുള്ളതല്ല പ്രാർത്ഥന, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് പോലെയാണ്. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാവശ്യത്തിനായിട്ട് ഒരു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. 33 തവണ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ചെന്ന് ആ ഫോൺ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ എന്താണോ ചോദിച്ചത് ആ ആവശ്യം ആണ് ആളെന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്നാവണം, വിശ്വാസത്തോടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനദീപം പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ആവശ്യങ്ങൾ, പേര്, സ്ഥലം വെച്ച് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.